എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പഴയ കാലത്തിന്റെ പ്രതാപത്തിൽ കൈവിട്ടുപോയ സൂറത്ത് യാസീനെ തിരിച്ചു പിടിക്കാൻ കഴിയണം, ഹദ്ദാദിനെ തിരിച്ചു പിടിക്കാൻ കഴിയണം. സായാഹ്ന സമയത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അത് ചെല്ലാത്ത പരിചയമില്ലാത്ത നാവുകൾ ഉണ്ടായിരുന്നു. സായാഹ്ന സമയമാകുമ്പോ പള്ളികളിലും വീടുകളിലും ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അഅ്ലമുസ്സലാത്ത് അറിയാത്ത ഉമ്മമാരുണ്ടായിരുന്നു, നാരിയത്ത് സ്വലാത്ത് ചെല്ലാത്ത ഉമ്മമാരുണ്ടായിരുന്നു, സ്വലാത്ത് തിബ്ബ് പരിചയമില്ലാത്ത ഉമ്മമാരുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിന്റെ അകത്തളം എത്ര മനോഹരമായിരുന്നു! സ്വലാത്ത് കൊണ്ടും വിശുദ്ധമായ ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ അദ്കാറുകൾ കൊണ്ടും വസന്തപൂർണമായ അരമനയുടെ അകത്തളം. ഇന്ന് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് കലാപക്കളരിയായി. ഉണ്ണാനുണ്ട്, ഉടുക്കാനുണ്ട്. വിശാലമായ പറമ്പിൽ 5000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 2-3 നിലയുണ്ട്. പക്ഷേ ഒരു ദിവസം സമാധാനത്തിൽ ആ വീട്ടിൽ കിടന്നിട്ടില്ല. തർക്കവും ഭൂകമ്പവും ആ വീട്ടില്. മക്കൾക്ക് വാപ്പാനെ കണ്ടൂടാ, വാപ്പായ്ക്ക് മക്കളെ കണ്ടൂടാ. സഹോദരങ്ങൾ തമ്മിൽ കത്തിക്കുത്ത. 1 സെന്റ് ഭൂമിക്ക് വേണ്ടി കലാപമാ കോടതി കയറുകയാ. ഉമ്മാനെ കഴുത്തിറക്കുന്ന മക്കള് വന്നില്ലേ? വാപ്പാനെ കുടിച്ചു മൂടുന്ന മക്കള് വന്നില്ലേ? ഭാര്യയ്ക്ക് വിഷം കൊടുക്കുന്ന ഭർത്താവിന് വിഷം കൊടുക്കുന്ന കുടുംബനാഥനും കുടുംബിനികളും വന്നില്ലേ? പ്രിയപ്പെട്ടവരെ, പഴയ കാലത്ത് സംവിധാനങ്ങൾ കുറവായിരുന്നു, പക്ഷേ ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ പോയിരുന്നു.